ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സൈക്കോളജിയിൽ എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തതിന് 10-12 എണ്ണം കണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ നോക്കിയായിരുന്നു എന്ന് വെച്ചാൽ എന്താണ്, ഓവറോൾ ചേഞ്ചിന് ഷേപ്പ് ആവാം, സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ഓർഗൻ ആവാം. ഇതെല്ലാം നമുക്ക് ഡെവലപ്മെൻറ്റ് വരാം. അതായത് ഫിസിക്കൽ വരാം, കോഗ്നിറ്റീവ് വരാം, ഇമോഷണൽ, ഈ രീതിയിലൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുക്കുമ്പോൾ. പിന്നെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. രണ്ട് തരത്തിലുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ വരും, നമുക്കൊരു ക്വാണ്ടിറ്റി ആയിട്ട് നമുക്കറിയാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റിയിലുള്ള ഗ്രോത്ത്, ഇമോഷണൽ ഗ്രോത്ത് ആവാം, അതിനെയൊക്കെ ക്വാളിറ്റേറ്റീവിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് വരാൻ, ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ ഇൻഡിവിജ്വൽ. ഡെവലപ്മെൻറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരും. ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും, ആ റേറ്റിൽ ഡിഫറൻസ് വരുമെന്നല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഡെവലപ്മെൻറ്റിൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും. ഹെറിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പാരമ്പര്യം. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ നമുക്ക് ഹെറിഡിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡിവിജ്വലും ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതായത് നമ്മളുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുവഴി നമ്മൾക്ക് എന്താണ്, ഒരു ക്വാളിറ്റി നമുക്കുണ്ടായിരിക്കും. എവരി ഇൻഡിവിജ്വൽ ഹാസ് എ ഡിഫറെൻറ്റ് ക്വാളിറ്റി ബയോളജിക്കലി. ഓക്കെ, അതാണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെവലപ്മെൻറ്റിൽ അതിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹെറിഡിറ്റി. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ്. തീർച്ചയായിട്ടും അത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റിൽ ഹെറിഡിറ്റിക്കുള്ള പോലെ തന്നെ എൻവയോൺമെൻറ്റിനും പ്രാധാന്യം ഉണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്സ്. നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ്, ഡെവലപ്മെൻറ്റ് നമ്മളുടെ ബർത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബർത്ത് മുതൽ നമ്മളുടെ ഡെത്ത് വരെ, അതായത് എൻറ്റയർ ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് ഡെവലപ്മെൻറ്റ് എപ്പോഴും യൂണിഫോം എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഡെവലപ്മെൻ്റ് അല്ല, അതിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ചെറുപ്പത്തിൽ നമ്മളുടെ ഫിസിക്കൽ ഗ്രോത്ത് ഫാസ്റ്ററാണ്. ഓക്കെ, കുറേ ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് അത്ര ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒത്തിരി ചേഞ്ചസ് നമുക്ക് വരുന്നില്ല. ഒരു ഏകദേശം ഒരു 0 to 5 ഇയേഴ്സിൽ നമ്മളുടെ ഗ്രോത്ത് എന്ന് പറയുന്ന റാപ്പിഡ് ഗ്രോത്ത് ആണ്. ഓക്കെ, ഒത്തിരി ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും മീൻസ് നമ്മളുടെ ആ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഫിസിക്കലി ഉള്ള റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് സ്ലോ ആവുകയാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഇപ്പോൾ ഈ ഒരു ഏജിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നില്ല, ഫിസിക്കലി നമുക്ക് ചേഞ്ചസ് ഒത്തിരി വരുന്നില്ല. പക്ഷെ ബർത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഏജിൽ ഫിസിക്കൽ ഗ്രോത്ത് ഫാസ്റ്ററാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അതിൻ്റെ റേറ്റിൽ അത് ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആവാം, ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് സ്ലോ ആവാം, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ജനറൽ ടു സ്പെസിഫിക് ആണ്. അതായത് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ് നോക്കുകയാണെങ്കിൽ എൻറ്റയർ വേൾഡിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, അതിങ്ങനെ നോക്കി കാണുന്നു, ഇങ്ങനെ ചുറ്റുപാടൊക്കെ. ഓക്കെ, പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിന് കുറച്ചുകൂടി മെച്യൂർ ആകുമ്പോൾ ഓരോ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കുന്നു. എന്താണ്, ആരൊക്കെയാണ് ഇൻഡിവിജ്വലിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ചുറ്റുപാട്, ഹോം, സറൗണ്ടിങ്സ്, എൻവയോൺമെൻറ്റ് എല്ലാത്തിനെക്കുറിച്ചും പതിയെ അതെന്താണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ജനിക്കുമ്പോൾ ഓൾ ഓവർ ദ വേൾഡ് കുട്ടി നോക്കി കാണുന്നു, പക്ഷെ എന്താണ്, പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ല അതിന്. ഓക്കെ, പക്ഷെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന അനുസരിച്ച് നമ്മൾ ഓരോന്നിനും മീനിങ് നമുക്ക് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കണ്ടാൽ ഇത് ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബിഹേവിയേഴ്സൊക്കെ പഠിക്കുന്നു. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ടു സ്പെസിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, അത് സിമ്പിളാണ്, കാരണം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ്
ഓരോ വ്യക്തിയുടെയും ഡെവലപ്മെൻറ്റ് ഡിഫറൻ്റ് ആണ്. ചിലരിൽ എന്താണ് നമ്മളുടെ ഒരു ഏജ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലരിപ്പോൾ എന്താണ് ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന ഇത്ര വയസ്സെന്നുണ്ടല്ലോ. ഓക്കെ, അത് ചില കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ്, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഡെവലപ്മെൻറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇതിൽ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം വൂൾ ടു പാർട്ട് അല്ലെങ്കിൽ പാർട്ട് ടു വൂള്. ഇത് രണ്ട് രീതിയിൽ നടന്നാലും ഇൻ്റഗ്രേഷൻ, വൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട്, പാർട്ട് ഒരു ഭാഗം, മൊത്തത്തിൽ നിന്ന് പാർട്ടിലേക്ക് അല്ലെങ്കിൽ പാർട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ രീതിയിലൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇൻ്റഗ്രേഷനാണ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളിന് പറയുവാണെങ്കിൽ ഒരു കുട്ടി ആദ്യം എൻറ്റയർ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടി ആദ്യം എന്താണ് മൊത്തം കൈ അനക്കാനായിട്ട് പരിശ്രമിക്കുന്നു ജനിച്ചു കഴിയുമ്പോൾ. അതിനുശേഷം ചെറിയ ഫിംഗേഴ്സ് അനക്കാൻ നോക്കുന്നു, ഫിംഗർ മൂവ്മെൻറ്റ് വരുന്നു. പിന്നെ എന്താണ് കൈയും അതുപോലെ തന്നെ ഫിംഗേഴ്സും ഒരുമിച്ച് മൂവ് ചെയ്യാനായിട്ട് ആ കുട്ടി പഠിക്കുന്നു. അതാണ് ഇൻ്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ, വൂൾ ടു പാർട്ട് അല്ലെങ്കിൽ പാർട്ട് ടു വൂള്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ പറഞ്ഞു. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രെഡിക്റ്റബിലിറ്റി. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞുമായിട്ട് ബന്ധമുണ്ട്. അതായത് നമ്മളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതൊരു യൂണിഫോം അല്ല. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സ് അല്ല, പക്ഷേ അതിനൊരു യൂണിഫോം പാറ്റേൺ ഉണ്ട്. ഒരു ഡെഫിനിറ്റ് പാറ്റേണിലാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതായത് ഏകദേശം ഇത്ര വയസ്സിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്യും, ഏകദേശം ഒരു ധാരണയുണ്ട്. ഇത്ര വയസ്സിൽ ഒരു കുട്ടി നടക്കാൻ തുടങ്ങും, ഇത്ര വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങും. ഏകദേശം ഒരു പ്രെഡിക്റ്റബിലിറ്റി ആണത്, മീൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് ഫോളോസ് എ യൂണിഫോം പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഒരു കുട്ടിയുടെ, അതായത് ദ ചിൽഡ്രൻ വിൽ ലേൺ ടു ടോക്ക്, എപ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത്, സംസാരിക്കുന്നത്, അതിനൊക്കെ ഏകദേശം ഒരു ഏജ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രെഡിക്റ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു യൂണിഫോം പാറ്റേൺ ഉണ്ട് ഡെവലപ്മെൻറ്റിന്. അത് മറ്റേ കണ്ടിന്യൂസുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. കണ്ടിന്യൂസ് എന്നുകൊണ്ട് ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അത് യൂണിഫോം അല്ല. കാരണം അതിൻ്റെ സ്പീഡ് റേറ്റ് എന്ന് പറയുന്ന ഡിഫറൻസ് ആണ്. ചിലപ്പോൾ സ്പീഡിൽ നടക്കാം, ചിലപ്പോൾ സ്ലോ ആയിരിക്കും. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു യൂണിഫോം പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും ഒരേ ഡെവലപ്മെൻറ്റ് തന്നെ എല്ലാവരുടെ അടുത്തും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഗ്രോത്ത് എടുക്കുകയാണെങ്കിലും, നമ്മളുടെ ഇപ്പം ലേണിങ്ങിൻ്റെ ഇതെടുക്കുകയാണെങ്കിലും എല്ലാം എല്ലാ ഇൻഡിവിജ്വൽസും പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പീഡിൽ ഡിഫറൻസ്, ചിലർ പെട്ടെന്ന് പഠിക്കുന്നു, അങ്ങനെ. ഓക്കെ, അങ്ങനെ ഡിഫറൻസ് വരും. പിന്നെ പ്രെഡിക്റ്റബിലിറ്റി വെച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഇന്ന ഏജിൽ ഒരാൾ ഇത്രയും ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് സെഫാലോകോഡൽ. ഓക്കെ, സെഫാലോകോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോയ്. അതായത് ഹെഡിൽ നിന്ന് ടോയിലേക്കാണ്, മീൻസ് കാൽവിരലിലേക്കാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, അപ്പ് ടു ഡൗൺ. ഓക്കെ, അല്ലെങ്കിൽ ഹെഡ് ടു ബോട്ടം എന്നൊക്കെ പറയാം. കാരണം ഒരു കുട്ടി ആദ്യം എന്താണ് ഗെയിൻ ദ കൺട്രോൾ ഓവർ ഹെഡ്, ഒരു തലയിലാണ് ആദ്യം അതിൻ്റെ കൺട്രോൾ ഗെയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് എണീറ്റ് നടക്കാൻ തുടങ്ങുന്നത്. ഇപ്പം നമുക്കറിയാം തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ബാലൻസ് തന്നെ നമ്മളുടെ എന്താണ് ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ആദ്യം കൺട്രോൾ ഗെയിൻ ചെയ്യുന്ന ഹെഡിലാണ്, പിന്നീട് ആംസിൽ ആൻഡ് ഓവർ ലെഗ്സിൽ. അങ്ങനെയാണ് ഒരു കുട്ടി കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതാണ് ഈ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെഫാലോകോഡൽ. വേറൊരെണ്ണം കൂടിയുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമോ ഡിസ്റ്റൽ. ഓക്കെ, പ്രോക്സിമോ ഡിസ്റ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സെൻറ്റർ പാർട്ട്, അതായത് ഏകദേശം ഹാർട്ടിൻ്റെ ആ ഒരു പാർട്ട്, അതാണ് മിഡിൽ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നു കമ്പയറിങ് ടു ദ അതർ പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ എന്താണ് മിഡിൽ പാർട്ടിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നു. അതിനുശേഷം നമ്മളുടെ മൊത്തം കയ്യിൽ കാലിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ പയ്യെ കൺട്രോൾ ഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അതായത് മൊത്തം കൈ ആദ്യം അനക്കാൻ തുടങ്ങുന്നു, പിന്നീട് ഓരോ ഫിംഗേഴ്സിലേക്ക് അതിൻ്റെ കൺട്രോൾ വരുന്നു. ആ രീതിയിൽ സ്പെഷ്യലൈസ്ഡ് മൂവ്മെൻറ്റിലേക്ക് നമ്മൾ
സ്പെഷ്യലൈസ്ഡ് മൂവ്മെൻറ്റിന് നമുക്ക് സാധിക്കുന്നു. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമോ ഡിസ്റ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. സെഫാലോകോഡൽ എന്ന് പറയുമ്പോൾ ഹെഡ് ടു ടോയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഹെഡിൽ ആദ്യം നമ്മൾ കൺട്രോൾ ഗെയിൻ ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോക്സിമോ ഡിസ്റ്റലിൽ വരുമ്പോൾ നമ്മുടെ മിഡിൽ പാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു ആദ്യം, അതിനുശേഷം നമ്മളുടെ മറ്റ് ബോഡി പാർട്സിലേക്ക് ആ ഡെവലപ്മെൻറ്റ് മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മിഡിൽ പാർട്ടിൽ കൺട്രോൾ ഗെയിൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഹാൻഡ്സ് മൂവ്മെൻറ്റിലും അതിൻ്റെ ഒരു പ്രത്യേക ഫിംഗേഴ്സിൽ വരെ ആ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ്, ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ചസ്. സിമ്പിളാണ്, എപ്പോഴും ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ചേഞ്ചസ് നടത്തുകൊണ്ടിരിക്കുന്നത്. അത് ഫിസിക്കൽ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സ് ആവാം. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ പഴയ ഫീച്ചേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നു, പുതിയ ഫീച്ചേഴ്സ് വരുന്നു, അതും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ചസ്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഓക്കെ, 11 മിനിറ്റായി, നമുക്ക് തീർക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടാണ് വീഡിയോസ് ചെയ്യാൻ നോക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അതായത് ആദ്യം ഒരു കുട്ടി എന്താണ്, നമ്മളെ ഏജിനനുസരിച്ച് നമുക്ക് മെച്ചുറേഷൻ വരുന്നുണ്ട്, ലേണിങ്ങും നടക്കുന്നുണ്ട്, ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ഒരു കുട്ടി ആദ്യം ഒബ്ജക്റ്റുകളെ ഒബ്സർവ് ചെയ്യുന്നു, അതിനുശേഷം അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് ആദ്യം ജസ്റ്റ് അത് വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നു, അതിനുശേഷം അതിനെക്കുറിച്ച് അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണ്, അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് തിങ്കിങ്ങിൽ വരുന്നു. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് സ്പൈറൽ. ഓക്കെ, ഡെവലപ്മെൻറ്റ് എപ്പോഴും നോട്ട് പ്രൊസീഡ് ഇൻ എ ലീനിയർ പാത്ത്. ഓക്കെ, അതായത് ഒരു ലീനിയർ പാത്തിലല്ല, ഇതൊരു സ്പൈറൽ പാത്തിലാണ്. കാരണം ഡെവലപ്മെൻറ്റ് ഇടയ്ക്ക് ഭയങ്കര ഫാസ്റ്റാണ്, ഇടയ്ക്ക് ഡെവലപ്മെൻറ്റ് ആ ഒരു റേറ്റ് സ്ലോ ആവും. അപ്പോൾ അത് സ്ലോ ഫാസ്റ്റ് എന്ന രീതിയിൽ ഒരു സ്പൈറൽ മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ആഫ്റ്റർ അഡ്വാൻസിങ് ദ ടേൺ ബാക്ക് ആൻഡ് ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് ടൈം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ ഏജ് ടൈം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മാസത്തോളം നമുക്ക് ക്ലാസ് ഉണ്ട്, 2 മാസം അവധിയാണ്. ഓക്കെ, അപ്പോൾ ആ 10 മാസം നമ്മൾ ക്ലാസ് ഉള്ള സമയത്ത് നമ്മുടെ റേറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. 2 മാസം അവധിയാണ്, നമ്മൾ കൂടുതൽ പഠിക്കുന്നൊന്നുമില്ലെങ്കിൽ നമ്മളുടെ ആ ലേണിങ്ങിലുള്ള ഡെവലപ്മെൻറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ 2 മാസത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ വീണ്ടും പഠിക്കുന്നു, അപ്പോൾ വീണ്ടും റേറ്റ് ഓഫ് ലേണിംഗ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പൈറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റോപ്പ് വരുന്നു, വീണ്ടും നമ്മൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഓക്കെ, അതൊരു സ്പൈറൽ ഫോമിലാണ്, സ്പൈറൽ പാത്താണ്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി. ഓക്കെ, യൂണിഫോമിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ് ത്രൂ ഔട്ട് ദ ലൈഫ്, പക്ഷേ ഇത് യൂണിഫോം അല്ല, അതായത് ഒരു കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ആണ്. കാരണം ചിലയിടത്ത് ഡെവലപ്മെൻറ്റ് സ്ലോ ആവും, ചിലയിടത്ത് ഫാസ്റ്റർ ആവും. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, നോട്ട് യൂണിഫോം. പക്ഷേ ഇതിനൊരു യൂണിഫോം പാറ്റേൺ ആണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. യൂണിഫോം പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡെവലപ്മെൻറ്റ് എല്ലാവരും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ കോമൺ ആയിരിക്കും. ഓക്കെ, ഒത്തിരി ഫീച്ചേഴ്സ്, പക്ഷേ അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ഇത്ര വയസ്സിൽ പഠിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങുന്നു. ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ഒരു 5 വയസ്സിൽ അത്യാവശ്യം ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങുന്നു എന്നൊരു കേസാണത്. ഓക്കെ, അതൊരു യൂണിഫോം പാറ്റേൺ ആണ്, പക്ഷേ അത് എല്ലാവരെയും സംബന്ധിച്ച് ശരിയാവണം എന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പം കുറച്ച് താമസിച്ചിട്ടായിരിക്കും റീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, 5 വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റേറ്റിൽ അല്ലെങ്കിൽ അതിൽ ഡിഫറൻസ് ഉണ്ടാകും, പക്ഷേ നമ്മൾ വായിക്കാൻ പഠിക്കും എല്ലാവരും. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അതൊരു യൂണിഫോം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു യൂണിഫോം പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അത്രേ ഉള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് വൺ മോർ. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിയുവാണെങ്കിൽ ഒരു ടീച്ചറിന് ബെറ്റർ വേയിൽ നമുക്ക് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ഒത്തിരി എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് 15 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ടോപ്പിക്സ് നമ്മൾ പറയാം. ഫസ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ ടു സ്പെസിഫിക്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രഡിക്റ്റബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സെഫാലോകോഡൽ, പ്രോക്സിമോഡിസ്റ്റൽ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ചസ്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്, സ്പൈറൽ, യൂണിഫോമിറ്റി. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെയും വരുവാണെങ്കിൽ നമ്മൾ അതിൽ ഡീപ്പായിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, ബൈ.